ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് എല്ലാവർക്കും അതിൻ്റെ കാരണങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സെക്ഷനൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ വേദനയും ഒക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അറിയാലോ. അങ്ങനെയൊക്കെ ഇപ്പോൾ റമദാനിലെ ഡേ ഇൻ മൈ ലൈഫായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. എങ്കിലും ഈ റമദാൻ്റെ അവസാനത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാട്ടോ ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. ഈ ഒരു വീഡിയോ കുറച്ചും കൂടെ നേരത്തെ അപ്ലോഡ് ആക്കണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ പറ്റിയില്ല കേട്ടോ. ഖുർആൻ ഖത്തം തീർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വമൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഹൃദയം കൊണ്ട് നമുക്ക് ഇതുവരെ റബ്ബിലേക്ക് അടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, ഈ ഒരു റമദാനിൽ പോലും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു മനസ്സ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിനെ ഓരോ നിമിഷവും നമ്മൾ സ്നേഹിക്കുകയും അതിന് അതിൻ്റേതായ പരിഗണനയും മൂല്യവും കൊടുക്കേണ്ടതാണ്. ഖുർആനിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഏത് വേദനയും മാറ്റാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഓതുന്നവർക്കും അതിലേക്ക് നോക്കിയാൽ പോലും നമുക്ക് പ്രതിഫലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്ന പദവികൾ എന്താണെന്ന് അറിയണ്ടേ? മഹ്ശറ ലോകത്ത് നമുക്ക് ശുപാർശയുമായി ഖുർആൻ വരുന്നതാണ്. അതുപോലെ ഖുർആൻ പഠിക്കുകയും ഓതുകയും ചെയ്യുന്നവർ റബ്ബിൻ്റെ ബന്ധുക്കളായും വരും. ജന്നാത്തുൽ ഫിർദൗസിലേക്ക് അള്ളാഹുവിൻ്റെ ഖുർആനിനെ സ്നേഹിച്ചവരെ അള്ളാഹു സുബ്ഹാനഹു തആല ഉയർത്തിക്കൊണ്ടുപോകും. ഖുർആനിലെ ഒരു ഹർഫിന് 10 ഇരട്ടിയോളം പ്രതിഫലം നമുക്ക് ലഭിക്കും. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി കൂലി നമുക്ക് കിട്ടും. ആർക്കോ വേണ്ടി തിരക്ക് പിടിച്ച് നമ്മൾ വിശുദ്ധ ഖുർആനൊക്കെ ഖത്തം ഓതി തീർക്കാൻ പാടുള്ളതല്ല. നമ്മുടെ സൗഭാഗ്യത്തിൽ നിന്നാണ് നമ്മൾ ഒഴിഞ്ഞു മാറുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. വിശുദ്ധ ഖുർആൻ അവതീർണമായ ഈ ഒരു റമദാൻ മാസത്തിൽ ഈ മാസത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തണം. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും നമ്മൾ ഖുർആനെ ചേർത്ത് പിടിച്ചാൽ ഏത് പ്രയാസങ്ങളും നമുക്ക് നീങ്ങിക്കിട്ടും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും എല്ലാം നമുക്ക് എളുപ്പമായി കിട്ടും. നമ്മുടെ കുട്ടികളെയും ഖുർആൻ ഓതാൻ പ്രോത്സാഹിപ്പിക്കുക. ഹൃദയം തുറന്ന് റബ്ബിലേക്ക് ചേർന്ന് നിന്ന് ഖുർആനിൻ്റെ മാധുര്യം ആസ്വദിക്കുന്ന നല്ല സത്വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആനിലേക്ക് വെറുതെ നോക്കിയിരുന്നാൽ പോലും പുണ്യങ്ങളേറെയാണ്. അത്രയേറെ മഹത്വമുള്ള ഖുർആൻ നമ്മൾ റമദാനിൽ ഒരു ഖത്തമെങ്കിലും ഓതി തീർക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല കൂടുതൽ ഖത്തം തീർക്കാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഖത്തം തുടങ്ങുമ്പോൾ ആദ്യം നല്ല മുറാദോടു കൂടി അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഈ റമദാനിൽ ഖത്തം ഓതി തീർക്കുന്നു എന്ന നിയ്യത്തോടു കൂടി തുടങ്ങണം. വിശുദ്ധ ഖുർആൻ വളരെ കൂടുതൽ പാരായണം ചെയ്യേണ്ട മാസമാണിപ്പോൾ. നമ്മളൊരു കാര്യം നിയ്യത്ത് ചെയ്ത് ഖുർആൻ മുഴുവനും ഓതിയാൽ റബ്ബ് അത് നിറവേറ്റി തരും ഇൻഷാ അല്ലാഹ്. ഖത്തം പൂർത്തീകരിക്കുമ്പോൾ ഈ ഒരു സുന്നത്തുകൾ കൂടി പാലിക്കുമ്പോൾ അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഖത്തം തീർക്കുന്നത് പകലിൻ്റെ ആദ്യമാവുക അല്ലെങ്കിൽ അവസാനത്തിലാവുക. അതായത് സുബഹിക്കോ അല്ലെങ്കിൽ മഗ്‌രിബിനോ ആവുന്നത് സുന്നത്തുണ്ട്. കാരണം സുബഹിക്കാണെങ്കിൽ മലക്കുകൾ രാവിലെ മുതൽ രാത്രി വരെയും മഗ്‌രിബിനാണെങ്കിൽ രാത്രി മുതൽ രാവിലെ വരെയും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഖുർആൻ ഓതി തീരാനാവുമ്പോൾ അവസാനം നമ്മൾ ഇഖ്ലാസ് സൂറത്ത് 4 പ്രാവശ്യം ഓതണം. 4ൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്. സാധാരണ നമ്മൾ ഖത്തം ഓതുമ്പോൾ ഓതി വരുന്ന ആ ഒരു ഓത്ത്. ബാക്കി 3 ഖുൽ ഹുവല്ലാഹു അഹദ്. നമ്മുടെ ഖുർആൻ പാരായണത്തിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ളതാണ്. ഇഖ്ലാസ് സൂറത്തുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഓതിയാൽ 10 ജുസ് ഓതിയ പ്രതിഫലം ഉണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഖത്തം ഓതി തീർക്കുന്ന ദിവസം റമദാൻ മാസം ആയതുകൊണ്ട് നമ്മൾ നോമ്പിലായിരിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. പിന്നെ ഖത്തം പൂർത്തിയായ ഉടനെ ദുആ ചെയ്യൽ ശക്തിയേറിയ സുന്നത്തുണ്ട്. ഈ സമയം ദുആക്ക് 40,000 മലക്കുകൾ ആമീൻ പറയുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഓതി അവസാനിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേക ഹിജാബത്ത് ദുആക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഓതി തീർത്ത് ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാതെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് മുമ്പിൽ തുറന്നു പറയുക. ഒരു ഖത്തം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ഖത്തം തുടങ്ങി വെക്കുക. ഇത് സുന്നത്തുണ്ടെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഖുർആൻ ഓതി നിർത്തിയിട്ട് ബാക്കി പിന്നെ ഓതാൻ എടുക്കുമ്പോൾ എവിടെ നിന്നാണ് ഓതി നിർത്തി വെച്ചത് എന്ന് മനസ്സിലൊരു സംശയം വരികയാണെങ്കിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി കുറച്ച് പിന്നിൽ നിന്ന് ഓതേണ്ടതാണ്. ഒരു വാക്കും അക്ഷരവും വിടാതെ പൂർണ്ണമായും ഓതിയാലാണ് ഖത്തമുൽ ഖുർആൻ്റെ പൂർണ്ണ പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ. മനുഷ്യൻ്റെ വിധി നിർണയം എന്നർത്ഥം വരുന്ന ലൈലത്തുൽ ഖദർ റമദാനിൻ്റെ അവസാന 10 നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്.
ഖുർആൻ അവതരിക്കപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. ഈ ഒരു രാത്രിയിൽ ചെയ്യുന്ന പുണ്യപ്രവൃത്തികൾ 1000 മാസങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തിയേക്കാൾ പ്രതിഫലമുള്ളതാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. റമളാനിലെ ഏത് ദിവസത്തിലാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് കൃത്യമായിട്ട് പ്രവാചകൻ പറഞ്ഞു തന്നിട്ടില്ല. എങ്കിലും അവസാന 10 ഒറ്റയായ രാവുകളിൽ അതിനെ അന്വേഷിക്കാനാണ് പ്രവാചകൻ കൽപ്പിച്ചിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഒരു കർമ്മവും നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പരമാവധി പുണ്യം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാ സൽക്കർമ്മങ്ങളും നമുക്ക് ആ ഒരു ദിവസം ചെയ്യാവുന്നതാണ്. ഈ അനുഗ്രഹീത രാവിലെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്: അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ധാരാളമായി പുറത്തു കൊടുക്കുന്നവനും പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവനുമാണല്ലോ, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ. ഇങ്ങനെ നമ്മുടെ പാപങ്ങൾ പൊറുക്കാനായി, നമ്മുടെ പാപമോചനത്തിനായി ഒരുപാട് ദുആകൾ നമുക്ക് അധികരിപ്പിക്കാം. പിന്നെ നമുക്കറിയാവുന്ന എല്ലാ ദുആയും, അതുപോലെ ഖുർആൻ പാരായണവും ഇർത്തികാഫിരിക്കുന്നതും തറാവി നിസ്കാരവും സ്വതക്ക ചെയ്യുന്നതും എല്ലാം നമുക്ക് ചെയ്യാം. ഹലാലായ ഭക്ഷണം കൊണ്ട് റമളാനിൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുന്നത്, റമളാനിൻ്റെ രാവുകൾ മുഴുക്കെ മലക്കുകൾ പ്രാർത്ഥിക്കുന്നതും, ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം അവൻ്റെ കരം ചുംബിക്കുന്നതുമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദറിൻ്റെ രാവിനെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ലൈലത്തുൽ ഖദറിൻ്റെ രാവെന്നത് വെളിച്ചമുള്ള രാവാണ്. ചൂടും തണുപ്പും ഇല്ലാത്ത, നക്ഷത്രങ്ങൾ ഉദിക്കാത്ത, സൂര്യൻ ഉദിക്കുമെങ്കിലും പ്രകാശകിരണങ്ങൾ ഉണ്ടാവുകയില്ലെന്നതാണ് ആ ദിവസത്തിൻ്റെ അടയാളം. വിശുദ്ധ ഖുർആൻ അവതീർണമായ രാവെന്നതാണ് ഈ രാവിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള, അതായത് 84 വർഷം ഇബാദത്ത് ചെയ്യുന്ന പ്രതിഫലമാണ് ഈ ഒരൊറ്റ രാവ് കൊണ്ട് ലഭിക്കുന്നത്. പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും രാവാണ്. കാരുണ്യം വർഷിക്കപ്പെടുന്ന, ഓരോ കാര്യവും കണക്കാക്കപ്പെടുന്ന രാവ് കൂടിയാണിത്. ഈ രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോടൊപ്പം മലക്കുകൾ ഇറങ്ങി വരുന്നു. സൂര്യാസ്തമയം മുതൽ പ്രഭാതോദയം വരെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഈ രാത്രിയെ ജീവിപ്പിക്കുന്നവർക്ക്, അതായത് ലൈലത്തുൽ ഖദർ കിട്ടുന്നവർക്ക് കണക്കില്ലാത്ത നന്മയും അനുഗ്രഹവുമാണ് വന്നു ചേരുന്നത്. ഖുർആൻ പാരായണം നടത്തിയും സുന്നത്തുകൾ അധികരിപ്പിച്ചും പാപമോചനം തേടിയും പ്രാർത്ഥിച്ചും നിസ്കരിച്ചും നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചുമാണ് ഈ ഒരു അനുഗ്രഹീത രാവിനെ നമ്മൾ ജീവിപ്പിക്കേണ്ടത്. ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുമാറാകട്ടെ. ആമീൻ.